വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഒറ്റത്തവണ നിക്ഷേപം നടത്തിക്കൊണ്ട് 10.64% ഇൻട്രസ്റ്റില് ജീവിതകാലം മുഴുവൻ സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉറപ്പാക്കുന്ന ഒരു അടിപൊളി പ്ലാനിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാനിനെ കുറിച്ച് അറിയാനും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും അറിയാനും വേണ്ടി നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയുടെ അകത്തേക്ക് കിടക്കാം. LICയുടെ ന്യൂ ജീവൻ ശാന്തി പ്ലാൻ നമ്പർ 758 വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ന്യൂ ജീവൻ ശാന്തിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10.64% ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ ഇൻട്രസ്റ്റ് തുടങ്ങുന്നത് 6.75% മുതൽ 10.64% വരെയാണ്. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെൻഷൻ റേറ്റ്. അത് ലൈഫ് ടൈം നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് യാതൊരു കാരണവശാലും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്ലാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, നിലവിലെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു പെൻഷൻ പ്ലാൻ കൂടിയാണ്. അത് LIC ആണെങ്കിലും മറ്റു പ്ലാനുകളൊക്കെ മറ്റ് ബാങ്കുകളുടെ FD ആണെങ്കിലും ഏത് വെച്ച് കമ്പയർ ചെയ്താലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നൽകുന്ന ഒരു പെൻഷൻ പ്ലാൻ ആണ് ന്യൂ ജീവൻ ശാന്തി എന്നുള്ളത്. ഇതിന്റെ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം, ഈ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ FD റേറ്റ് താഴുന്നത് കൊണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് താഴുന്നത് പോലെ തന്നെ LICയിലും ഇവരുടെ പെൻഷൻ റേറ്റ് കുറയാനായിട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ആരെങ്കിലും ഇങ്ങനെ ഒരു പ്ലാൻ എടുക്കാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ ആ പ്ലാൻ എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഇനി കുറഞ്ഞ റേറ്റിലാണ് നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്, കുറയാനായിട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ഞാൻ ജീവൻ ശാന്തിന്റെ കുറച്ച് ഷോർട്ട് പോയിന്റ്സ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് വരാം. LICയുടെ ന്യൂ ജീവൻ ശാന്തി എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പെൻഷൻ പ്ലാൻ ആണ്. ഇതൊരു ഡെഫേർഡ് പെൻഷൻ പ്ലാൻ ആണ്. അതായത് നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് പെൻഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആനുവിറ്റി പ്ലാൻ അല്ല ന്യൂ ജീവൻ ശാന്തി എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നുള്ളത് ഇതിന് ഫുൾ സറണ്ടർ വാല്യൂ ആണ്. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എടുക്കണമെങ്കിൽ ഇതിന്റെ മിനിമം ഡെഫർമെന്റ് ടേം വരുന്നത് 1 വർഷമാണ്, മാക്സിമം 5 ഇയർ ആണ്. മുൻപ് 12 വർഷമായിരുന്നു മാക്സിമം ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 5 ഇയർ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ 60 വയസ്സുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 ഇയർ എങ്കിലും മിനിമം ഡെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ 2 ഇയറിന് ശേഷം എപ്പോ സറണ്ടർ ചെയ്താലും ആ വ്യക്തിക്ക് ഫുൾ സറണ്ടർ വാല്യൂ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് യാതൊരു ഫൈനും ഈടാക്കാതെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൊ ലൈക്ക് നമ്മൾ FD ഇടുന്നത് പോലെ തന്നെ, FDയിലാണെങ്കിൽ പ്രിമേച്ചർ ക്ലോസിംഗ് വരുമ്പോൾ ഒരു സർട്ടൈൻ പെർസെന്റേജ് വരെ പിടിച്ചിട്ടാണ് നമുക്ക് തരുള്ളൂ. ഇവിടെ അതുപോലും ഇല്ല. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അത് പലരും LICയുടെ ഒരു ഷോർട്ട് ബാക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഫുൾ ആയിട്ട് സറണ്ടർ വാല്യൂ കിട്ടാറില്ല, നല്ലൊരു ശതമാനം LIC പിടിക്കുന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പിടുത്തം വരുന്നില്ല. പിന്നെ ഇതിനകത്ത് ചേരാൻ പറ്റുന്ന ഏജ് റേഞ്ച് ഉള്ളത് 30 വയസ്സ് മുതലുള്ള വ്യക്തികൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. 79 വയസ്സ് വരെയും നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് ചേരാൻ പറ്റിയ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന നല്ലൊരു പ്ലാൻ കൂടിയാണ് ന്യൂ ജീവൻ ശാന്തി എന്നുള്ളത്. അപ്പൊ ഈ 6.75% ഇൻട്രസ്റ്റ് കിട്ടുന്നത് 30 വയസ്സുള്ള ഒരു വ്യക്തി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 6.75 എന്നുള്ളത്. 10.64 എന്നുള്ളത് 75 വയസ്സിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ അത് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 75 വയസ്സുള്ള ഒരു വ്യക്തിക്കാണ് ഇതിന്റെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള 10.64 എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെഫർമെന്റ് ടേം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 105% നോമിനിക്ക് പൈസ തിരിച്ചു കിട്ടുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ കൂടെ അഡീഷണൽ ഒരു 5% കൂടെ ചേർത്താണ് നോമിനിക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ല, അതിനേക്കാൾ കൂടുതലാണ് തിരിച്ച് നമുക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടുക. ഇനി 1 to 5 ഇയർ ആണ്, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. മിനിമം 1 ഇയർ ആണ്, മാക്സിമം 5 ഇയർ ആണ് ഇതിന്റെ ഡെഫർമെന്റ് ടേം വരിക. അപ്പൊ മിനിമം 1 ഇയർ എങ്കിലും നമ്മൾ ഡെഫർ ചെയ്യേണ്ടതായിട്ട് ഈ പ്ലാനിനകത്ത് വരുന്നുണ്ട്. മാക്സിമം വേണമെങ്കിൽ 5 ഇയർ ഡെഫർ ചെയ്യാം. അപ്പോൾ ഓരോ ഇയർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിട്ടേൺസിൽ മാറ്റമുണ്ട്. റിട്ടേൺസ് കൂടി വരികയാണ് ഇതിനകത്ത് ചെയ്യാം. അതുപോലെ തന്നെ ഡെഫർമെന്റ് ടേമിനകത്ത് പലരും ചോദിക്കാം, ശരിക്കും അത് നഷ്ടമല്ലേ എന്നുള്ളത്. ഈ ഡെഫർമെന്റ് ടേമിനകത്ത് നമുക്ക് ഹൈ റിസ്ക് കവറേജ് ആണ് LIC തരുന്നത്. അപ്പൊ ഈ ഡെഫർമെന്റ് ടേമിനകത്ത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും പ്ലസ് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പെൻഷൻ എമൗണ്ടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് തിരിച്ചു തരാം. അപ്പൊ അത് യാതൊരു കാരണവശാലും നമുക്ക് അതൊരു നഷ്ടമായിട്ട് മാറുന്നില്ല. ഇതിന്റെ കവറേജ് നമുക്കൊരു 2-3 വർഷം, അതിപ്പോ 5 ഇയർ ആണ് നമ്മൾ ഡെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഇയറും കൂടി എക്സ്ട്രാ അതിന്റെ റിസ്ക് കവറേജ് കിടക്കുന്നുണ്ട്. അപ്പൊ ഹയർ ഏജ് ഉള്ള ഒരു വ്യക്തിക്ക് മെഡിക്കൽ ഒന്നും ഇല്ലാതെ നല്ലൊരു
ഇൻഷുറൻസ് കവറേജും കൂടെ ഈ ഒരു പാർട്ടിനകത്ത് LIC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 മാസം പോളിസി എടുത്ത് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്ന് ലോൺ എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 3 മാസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ പോളിസി സറണ്ടർ ചെയ്യാനായിട്ടുള്ള അവസരം കൂടി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഫുൾ എമൗണ്ടിനോട് അടുത്ത് തന്നെ നമുക്ക് ഇതിന്ന് സറണ്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മളിങ്ങനെ ഒരു പ്ലാൻ എടുത്തു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു വലിയ ഫണ്ടിന്റെ ആവശ്യം വരികയാണെങ്കിൽ നമുക്കിത് സറണ്ടർ ചെയ്തിട്ട് ആ പൈസ എടുക്കുന്നത് കൊണ്ട് യാതൊരു നഷ്ടമില്ലാതെ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഡിഫറെന്റ് ആന്യൂറ്റി ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നമുക്ക് മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി ഇതിന്റെ പെൻഷൻ കിട്ടും, ഹാഫ് ഇയർലി വേണമെങ്കിൽ അങ്ങനെ, ക്വാർട്ടർലി വേണമെങ്കിൽ അങ്ങനെ, ഇയർലി മതി എന്നുള്ളവർക്ക് അങ്ങനെ 4 മോഡിലും നമുക്കിതിൽ പെൻഷൻ വാങ്ങാനായിട്ടുള്ള അവസരമുണ്ട്. ഒരു കണ്ടീഷൻ അവർ വെക്കുന്നത് നമ്മുടെ മന്ത്ലി പെൻഷൻ മിനിമം 1000 രൂപയെങ്കിലും വേണമെന്നുള്ളതാണ് ഒറ്റ കണ്ടീഷൻ അവർ വെക്കുന്നത്. അതുപോലെ തന്നെ മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 1.5 ലക്ഷം രൂപയാണ്. പിന്നെ ഈ 1000 രൂപയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് വരിക. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു അട്രാക്ഷൻ ആണ് ഇതിന്റെ ജോയിന്റ് ലൈഫ് ഫെസിലിറ്റി എന്നുള്ളത്. നമുക്കിപ്പോ ഒരു അച്ഛനെ മകനെയും കൂടെ ചേർത്ത് നോമിനിയാക്കി ഒരു സെക്കൻഡ് ലൈഫായിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും സെയിം പെൻഷൻ അവർക്ക് മരിക്കുന്നവരെ കിട്ടാനായിട്ടുള്ള അവസരം ഈ ഒരു പ്ലാൻ നൽകുന്നുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡും മക്കളോ അങ്ങനെ ഉള്ള അടുത്ത ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നമുക്ക് ഇതിനകത്ത് ജോയിന്റ് ലൈഫായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു അവസരവും ഇതിനകത്ത് LIC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഈ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത് 5 ഇയർ ഡെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന പെൻഷന്റെ റേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പൊ ഏജ് റേഞ്ച് ഞാൻ എടുത്തിരിക്കുന്നത് 30 വയസ്സ്. ഇതിന്റെ മിനിമം എൻട്രി ഏജ് എന്നുള്ളത് 30 ആണ്. അതുപോലെ മാക്സിമം പെൻഷൻ കിട്ടുന്നത് 75 അതുകൊണ്ടാണ് ഞാൻ 30 to 75 എന്നുള്ള ഏജ് റേഞ്ച് ഇവിടെ എടുത്തിരിക്കുക. പിന്നെ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. 10 lakh, 25 lakh, 50 lakh, 75 lakh, 1 crore അങ്ങനെയാണ് ഞാൻ അവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുക. പിന്നെ അതിന്റെ താഴേക്ക് ഓരോ മോഡിലും മന്ത്ലി കിട്ടുന്ന പെൻഷൻ, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി കിട്ടുന്ന പെൻഷൻ റേറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുക. അപ്പൊ ഞാൻ റേഞ്ച് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മിനിമം റേഞ്ച് എന്നുള്ളത് 30 വയസ്സിലെ വ്യക്തിക്ക് കിട്ടുന്ന പെൻഷൻ റേറ്റ് ആണ്. അതുപോലെ തന്നെ മാക്സിമം ഇട്ടിരിക്കുന്നത് 75 ആണ്. അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു കോളം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അറിഞ്ഞിട്ട് വേണം ഇത് കോളം നോക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് എന്താണെന്നൊന്നും പിടികിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ബ്രീഫ് ഇതിനകത്ത് തന്നത്. ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം. 10 ലക്ഷം രൂപയാണ് 30 വയസ്സുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മന്ത്ലി ആയിട്ട് കിട്ടുന്ന പെൻഷൻ എന്നുള്ളത് 6800 രൂപയാണ്. സെയിം എമൗണ്ട് 75 വയസ്സുള്ള വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 8458 രൂപയാണ് ആ വ്യക്തിക്ക് പെൻഷനായിട്ട് മന്ത്ലി ഓരോ മാസവും പെൻഷനായിട്ട് ലൈഫ് ടൈം കിട്ടുന്നത്. ഇനി ആ വ്യക്തി തന്നെ ഇയർലി ആണ് പെൻഷൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, 60 വയസ്സുള്ള വ്യക്തി ഇയർലി പെൻഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 1,06,100 രൂപയാണ് ആ വ്യക്തിക്ക് ഇയർലി ലൈഫ് ടൈം മരിക്കുന്നവരെ ആ പെൻഷൻ കിട്ടും. കാലശേഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 105% നോമിനിക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ആ രീതിയിലാണ് ഇതിനകത്ത് ഈ ടേബിൾ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇപ്പൊ ഈ 30ന്റെയും 75ന്റെയും ഇടയിലുള്ള വ്യക്തിയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും പെൻഷൻ റേറ്റ് ആയിട്ട് കിട്ടുക. എക്സാക്ട് എമൗണ്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൊട്ടേഷൻസ് ഞാൻ എടുത്തു തരും. അപ്പൊ നിങ്ങൾ കൊട്ടേഷൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ആണ് എനിക്ക് അയച്ചു തരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ റേറ്റ് ഞാൻ അവിടുന്ന് തിരിച്ച് അയച്ചു തരുന്നതാണ്. ഇതുപോലെ 10 ലാഖിന്റെ 25 ലാഖിന്റെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തില്. അപ്പൊ 25 ലാഖില് 30 വയസ്സുള്ള ഒരു വ്യക്തി ക്വാർട്ടർലി ആണ് പെൻഷൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 51,681 രൂപയാണ്, 83 രൂപയാണ് ഇവിടെ പെൻഷനായിട്ട് ഓരോ ക്വാർട്ടറിലും ഓരോ 3 മാസം കൂടുമ്പോഴും ആ വ്യക്തിക്ക് കിട്ടുക. ഇനി 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താല് 60 വയസ്സുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ എന്നുള്ളത് 2,65,875 രൂപയാണ് ആ വ്യക്തിക്ക് ലൈഫ് ടൈം ഓരോ വർഷവും പെൻഷനായിട്ട് ഇവിടെ കിട്ടുക. ഇനി ഒരു 50 ലക്ഷത്തിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 60 വയസ്സുള്ള വ്യക്തി 50 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ ഹാഫ് ഇയർലി ആയിട്ടാണ് പെൻഷൻ എടുക്കണമെങ്കിൽ 75 വയസ്സുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്നത് 2,60,558 രൂപയാണ് ആ വ്യക്തിക്ക് പെൻഷനായിട്ട് ഓരോ ഹാഫ് ഇയർലി ഓരോ 6 മാസം കൂടുമ്പോൾ കിട്ടുന്ന പെൻഷന്റെ റേറ്റ് ആണ് അത്. ഇനി സെയിം 50 ലാഖ് ഹാഫ് ഇയർലി 30 വയസ്സുള്ള വ്യക്തിയാണ് എടുക്കണമെങ്കിൽ 2,08,863 രൂപയാണ് ആ വ്യക്തിക്ക് കിട്ടുക. അപ്പൊ മിനിമം റേഞ്ച് ഇട്ടുള്ളത് 30 വയസ്സിന്റെയാണ്, മാക്സിമം 75ന്റെയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുക. 75 ലാഖ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 75 വയസ്സുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന മന്ത്ലി പെൻഷൻ എന്നുള്ളത് 63,810 രൂപയാണ് മന്ത്ലി ഓരോ മാസവും ലൈഫ് ടൈം ഗ്യാരണ്ടീഡ് ആയിട്ട് ഇത് കിട്ടുന്നത്. ഇനി ആ 75 ലക്ഷം രൂപ തന്നെ 30 വയസ്സുള്ള വ്യക്തിയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കിട്ടുന്ന മന്ത്ലി പെൻഷൻ 51,150 രൂപയാണ് ഇവിടെ പെൻഷനായിട്ട് കിട്ടുക. അപ്പൊ ഇത് 5 ഇയർ ഡെഫർമെന്റ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ 5 ഇയർ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. മന്ത്ലി എടുക്കുകയാണെങ്കിൽ 5 ഇയർ കഴിഞ്ഞ് 6th ഇയറിന്റെ ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ നമുക്ക് കിട്ടും. ക്വാർട്ടർലി ആണെങ്കിൽ 3 മാസം വെയിറ്റിംഗ് പീരീഡ് വീണ്ടും കഴിയണം. ഹാഫ് ഇയർലി ആണെങ്കിൽ 6 months വെയിറ്റിംഗ് പീരീഡ് വീണ്ടും കഴിയണം. ഇയർലി ആണെങ്കിൽ ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക.
ഇനി 75 തന്നെ ഇയർലി മോഡിലാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 30 വയസ്സുള്ള ഒരു വ്യക്തി കിട്ടുന്ന പെൻഷൻ, ഇയർലി പെൻഷൻ എന്നുള്ളത് 6,39,375 രൂപയാണ്. സെയിം 75 ഉള്ള വ്യക്തിക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ എന്നുള്ളത് 7,97,625 രൂപയാണ്. ഇനി 1 crore ഒരു എക്സാമ്പിൾ കൂടിയാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. 1 crore 30 വയസ്സുള്ള ഒരു വ്യക്തി 1 crore ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന മന്ത്ലി പെൻഷൻ എന്നുള്ളത് 68,200 രൂപ വെച്ചിട്ടാണ് ഓരോ മാസവും ആ വ്യക്തിക്ക് പെൻഷൻ കിട്ടുക. 30 വയസ്സുള്ള വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത സെയിം എമൗണ്ട് 1 കോടി രൂപ 75 വയസ്സുള്ള വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മന്ത്ലി പെൻഷൻ എന്നുള്ളത് 85,080 രൂപയാണ്. അപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടാണ്, 6ാമത്തെ വർഷമാണ് നമുക്ക് ഇതിന്റെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യാം. മാസമാണെങ്കിൽ ആദ്യത്തെ മാസം തൊട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇയർലി മോഡിലാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ 75 വയസ്സുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ, 1 കോടി രൂപയ്ക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ എന്നുള്ളത് 10,63,500 രൂപയാണ് ആ വ്യക്തിക്ക് കിട്ടുന്ന ഓരോ വർഷവും കിട്ടുന്ന പെൻഷൻ റേറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ 30 വയസ്സുള്ള വ്യക്തിയാണ് 1 കോടി നിക്ഷേപിക്കുന്നതെങ്കിൽ 8,52,500 രൂപ വെച്ചിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ഇൻകം ടാക്സിന്റെ സ്ലാബ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 1 ലക്ഷം രൂപ വെച്ച് നമ്മൾ പെൻഷൻ വാങ്ങിയാൽ പോലും നമുക്കിപ്പോ 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞുള്ള ഒരു വ്യക്തിക്ക് വേറെ വരുമാനമൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ ആയിട്ട് ആ ഫുൾ എമൗണ്ട് ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ NRIസിനുള്ള ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് GST എക്സംഷൻ എന്നുള്ളത്. അപ്പൊ അവരുടെ റെസിഡന്റ് പ്രൂഫ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ GST എക്സംഷൻ കിട്ടും. അല്ലെങ്കിൽ 1.8% GST കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഈ 1 കോടി രൂപ കൂടെ നമുക്ക് 1.8% GST കൂടെ ചേർത്ത് വേണം അടയ്ക്കാനായിട്ട്. അപ്പൊ NRIസിനാണെങ്കിൽ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ ആണ് GST ഒഴിവായി കിട്ടുക എന്നുള്ളത്. വലിയൊരു എമൗണ്ട് ആ ഇനത്തിൽ തന്നെ അവർക്ക് മാറി കിട്ടും. അപ്പൊ അവർക്ക് ആക്ച്വൽ എമൗണ്ട് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. അപ്പൊ ഈ ഇത്രയും ഹൈ റേറ്റ് 10.64 ഒക്കെ നമുക്കിപ്പോൾ കിട്ടുന്നത് ഈ 1-2 ആഴ്ചക്കും കൂടി ഉണ്ടാവുള്ളൂ. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. പലരും ഇൻട്രസ്റ്റ് കുറഞ്ഞതിന് ശേഷമാണ് ഓടി വന്നിട്ട് ഇത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വരിക. പക്ഷേ ഇൻട്രസ്റ്റ് കുറഞ്ഞത് ചിലപ്പോൾ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത് പലർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ചെയ്ത വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ സമയം പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്ലാൻ എടുക്കാൻ ആഗ്രഹിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ, GST എക്സംഷനോട് കൂടി ചെയ്യാൻ ആഗ്രഹമുള്ള NRIസും ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതാണ്. അതുപോലെ ഇനി എന്തെങ്കിലും പെൻഷൻ കൊട്ടേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതോടെ ഇത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.